AX-C7-388A എന്ന് പറയുന്ന ODXന്റെ ഒരു പുതിയൊരു കാർ സ്റ്റീരിയോ ആണിത്. അതായത് 4 ചാനൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം. നമുക്ക് വണ്ടിയിലും കാറിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഫങ്ഷനും അതുപോലെ തന്നെ ഇതിൻ്റെ മോഡലൊക്കെ ഒന്ന് നോക്കാം. കൂടെ തന്നെ അവർ ഒരു ODXന്റെ ഇതിൻ്റെ തന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കണക്ടർ ഉണ്ട്. അതായത് ഇതൊരു 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൊടുക്കാനുള്ള ഒരു ബാക്കിലൊരു സ്പീക്കർ സോക്കറ്റും അതുപോലെ തന്നെ പവർ കൊടുക്കാനുള്ള ഒരു കണക്ടർ ഇതിൻ്റെ കൂടെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, സീല് പൊട്ടിക്കാത്ത നല്ല ഫ്രഷ് പീസാണ് നമ്മൾ ഈ പ്രാവശ്യം നല്ലൊരു റേറ്റിൽ നമ്മളിത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾ നല്ല റേറ്റിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഒരു വോളിയം കൺട്രോൾ, അതുപോലെ തന്നെ 2 USB പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഒന്ന് ശരിക്കും ഇത് USB-ക്കും അടുത്തത് ചാർജിങ് പോർട്ടായിട്ടാണ്. പിന്നെ ഒരു മൈക്രോ SD കൊടുക്കാം, അതുപോലെ തന്നെ ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആപ്പ് ഫെസിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കോൾ എടുക്കാനും അതുപോലെ തന്നെ അത് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഇത് വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അത് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന കണക്ഷൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതൊരു വീട്ടിൽ ചെറിയൊരു യൂസേജിനാണെങ്കിലും അതല്ലാതെ ചെറിയ വണ്ടികളിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ പിന്നെ അടുത്തത് ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അതായത് നമ്മൾ പവറും സ്പീക്കർ ഔട്ടെല്ലാം ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 12 വോൾട്ടേജ്, ഒരു 5 ആമ്പിയറോ ഒരു 10 ആമ്പിയറോ കൊടുത്തിട്ട് ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലും കൂടെ പറയാം. അപ്പം മൊത്തം നമ്മൾ ഈ 3 കളറുകളാണ് എടുക്കേണ്ടത്. ബ്ലാക്ക് ശരിക്കും നെഗറ്റീവ്, ഈ റെഡും യെല്ലോയും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാൻ. കാരണം ഇതൊരു സ്വിച്ചിങ് എന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലേ, ഓക്കെ ഓക്കെ. ഉണ്ടല്ലേ, ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാൻ നല്ലൊരു രസമുണ്ട്. അപ്പോൾ ഇത് FM മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ അടുത്ത ഓക്സ് മോഡിലേക്ക് വന്നു. പിന്നെ അടുത്തത് ബ്ലൂടൂത്ത്, പിന്നെ FM. ഇത്രയും 3 മോഡുകളാണ്. USB നമുക്ക് ഓട്ടോമാറ്റിക് ഇതിലേക്ക് റീഡാകും. അതായത് പെൺഡ്രൈവ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് റീഡായിട്ട് ഇത് പോകുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ സെലക്ഷൻ സ്വിച്ച്, ക്ലോക്ക്, ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറ്റാനുള്ള സ്വിച്ചുകളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. മാക്സിമം ഇതിൻ്റെ അകത്ത് 50 വരെ മാക്സിമം ഇതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ബാസ് നമുക്കിങ്ങനെ കൂട്ടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ട്രിബിൾ കൂട്ടാം. അടുത്തത് ബാലൻസ് വരുന്നുണ്ട്, പിന്നെ ഇക്വലൈസർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 1350 ആണ്. നമ്മളിത് ഡിസ്കൗണ്ട് എന്ന രീതിക്ക് ഒരു 900 റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിങ്ങിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കുറേ പേര് റിക്വസ്റ്റ് കഴിഞ്ഞ വീഡിയോക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ചിലവ് കുറഞ്ഞും ബജറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റേറ്റിന് ഇത് കൊടുക്കാൻ തന്നെ കാരണം. നമുക്ക് അടുത്ത അവിടെ ഒരു പ്രൊഡക്റ്റും കൂടെ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അതായത് ഇതെല്ലാം നമ്മുടെ www.densodio.com എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് ODXന്റെ AX4014 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതും ആവശ്യക്കാർക്ക് കുറേ പേരുണ്ട്, നമ്മളോട് കുറേ പേര് റിക്വസ്റ്റ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത് ഇത് വീഡിയോ പോലെ ഇടാൻ തന്നെ കാരണം. ഇത് 3 ഇഞ്ചിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ട്യൂട്ടറാണ്. അപ്പോൾ കുറേ റിക്വസ്റ്റ് വന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. നമുക്ക് കുറേ പേര് ഇപ്പോഴും നമ്മളോട് ഇത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ കാരണം. കണ്ടില്ലേ,
ഓഡിയോക്സിൻ്റെ ഒരു ബുള്ളറ്റ് ട്യൂട്ടറാണ്. ഇതിൻ്റെ അകത്ത് 350 വാട്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് മാക്സിമം അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു കപ്പാസിറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെയർ ഏകദേശം ഒരു 1250 ആ റേഞ്ചിൽ ഇത് വരുന്നുണ്ട്. ഒരു പെയറിന് ആ റേഞ്ചിന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഇനി ഇവരുടെ തന്നെ ഒരു അടുത്തൊരു പ്രോഡക്റ്റും കൂടെ പരിചയപ്പെടാം. അതായത് ഒരു മിക്സറും കൂടെ വന്നിട്ടുണ്ട്. കാരണം കുറേ പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതായത് 4 മൈക്ക് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മിക്സർ. സാധാരണ മിക്സറിനൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ നോയ്സോ കാര്യങ്ങളൊക്കെ വരാറുണ്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത പക്ക ക്ലീൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. കാണിച്ചു തരാം. ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു ഫുൾ വീഡിയോ വേണമെങ്കിൽ അതൊന്ന് കണ്ടാൽ മതിയാവും. അതായത് 1000 BT എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെയാണ് ഒരു പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് 4 മൈക്ക് നമുക്കിത് കൊടുക്കാം. അതുപോലെ തന്നെ മൈക്കിൻ്റെ വോളിയം നമുക്ക് ഈ 2 മൈക്കിൻ്റെ വോളിയം നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹൈ വേണമെങ്കിൽ ഹൈ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലോ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻപുട്ട് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. അതായത് ഇത് മൈക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് USB FM അതല്ലാതെ ബ്ലൂടൂത്ത് ഒക്കെ സെലക്ഷൻ വേണമെങ്കിൽ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി റൈറ്റും ലെഫ്റ്റും ബാലൻസ് ചെയ്യാനുള്ളൊരു കൺട്രോള്. അതുപോലെ തന്നെ സെയിം അടിയിലും അങ്ങനെ തന്നെയാണ് 2 മൈക്ക്. അതുപോലെ തന്നെ മൈക്ക് വോളിയം ഹൈ ലോയ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടില്ലേ റിലേയും ഡിലേയും എക്കോയും വന്നിട്ടുണ്ട്. അതായത് ഈ മൈക്കിനെ നമുക്ക് ഡിലേ ചെയ്യാനും അതുപോലെ തന്നെ എക്കോ ചെയ്യാനും സാധിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ മ്യൂസിക്കിൻ്റെ വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടുന്നതനുസരിച്ച് ഈ 4 ചാനലിലേക്കും പോകുന്ന മ്യൂസിക് നമുക്ക് കൂടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നോക്കുവാണെങ്കിൽ മൈക്കിൻ്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ മൈക്ക് നമുക്ക് ഡിലേയും എക്കോയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് USB കൊടുക്കാം, മൈക്രോ SD കൊടുക്കാം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യൂ മീറ്റർ വന്നിട്ടുണ്ട്. ഇൻപുട്ട് കൊടുക്കാനും അതുപോലെ തന്നെ 2 ഓഡിയോ ഔട്ടിനും വേണ്ടിയാണ് ഇതിങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ മിക്സറും. അപ്പോൾ BT 1000 BT എന്ന് പറയുന്ന മോഡലും നമ്മുടെ കയ്യിൽ സ്റ്റോക്കാണ്. ഇതും നല്ല റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ കയറി നോക്കിയാലും നിങ്ങൾക്കിത് മനസ്സിലാകും. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ 3 പ്രൊഡക്റ്റുകളും നല്ലൊരു ഡിസ്കൗണ്ട് സെയിലിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയാൻ നമ്മുടെ സൈറ്റ് ചെക്ക് ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.